ഹലോ, എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പലർക്കും അറിയാവുന്നതായിരിക്കും റെസിപ്പി, എങ്കിലും ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് എനിക്കൊരു വെഡിങ് കേക്കിൻ്റെ ഓർഡർ കിട്ടിയതാണ്. അത് താഴത്തെ ടിയർ ഡമ്മിയാണ്, മുകളിലത്തെ ടിയറിന് മാത്രമായിട്ടുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ എടുത്തു, 3 ടേബിൾ സ്പൂണാണ് ഓയിൽ എടുക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ പാല്. ഇതിനു മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്യാനുള്ളതായിരുന്നു. നമ്മളുടെ കേക്ക് മോൾഡ് ഉണ്ടല്ലോ, അതെല്ലാം ബട്ടറോ ഓയിലോ എന്തെങ്കിലും പുരട്ടി അതിൻ്റെ താഴത്തെ കറക്റ്റ് ആ സൈസിനുള്ള ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് എല്ലാത്തിനും ഇടണം. ഞാനിപ്പോൾ ഇത് 3 5 ഇഞ്ച് മോൾഡിലായിട്ടാണ് ചെയ്യുന്നത്. ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോൾഡിലായിട്ടും ചെയ്യാം. ഒരു മോൾഡിലായിട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമ്മൾ മൈദയാണ് ഇട്ടത്, 3/4 കപ്പ് മൈദയാണ് ഇട്ടത് കേട്ടോ. പിന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുത്തും, കേക്കിന് വളരെ സോഫ്റ്റ് ആവും കേട്ടോ. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതൊഴിവാക്കാം, മൈദ കൊണ്ട് ചെയ്താലും ഏതാണ്ട് ഇതുപോലെ തന്നെ കിട്ടും. പിന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിക്കുക, വളരെ നന്നായിട്ട് പൊടിച്ചത് മാറ്റി വെക്കുക. പിന്നെ കേക്കിൽ അത് ചേർക്കുന്നതിന് മുമ്പ് ആ പഞ്ചസാരയ്ക്ക് ഒട്ടും ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമ്മൾ ഈ കേക്കിന് വേണ്ടി എടുക്കുന്നത് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. മുട്ട 3 പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടുക, ആ അളവിൽ എഴുതിയിരിക്കുന്ന അത്രയും ഉപ്പിടുക. വാനില എസൻസ്, പിന്നെ അതിലേക്ക് ഒഴിച്ചത് ബട്ടർ സ്കോച്ച് എസൻസ് ആണ്. സാധാരണ 3/4 ടീസ്പൂണാണ് വാനില എസൻസ്. പക്ഷേ ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസും കൂടെ ചേർത്താലേ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. ഇതെല്ലാം കൂടി ഒരു എഗ് ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എഗ് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം. പിന്നെ പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇടുക. 1 സ്പൂണ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം 2 സ്പൂണ് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കുറേശ്ശെയായിട്ടൊരു 3 ബാച്ചായിട്ടോ 4 ബാച്ചായിട്ടോ അത് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് നമുക്കറിയാൻ പറ്റും, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് വരുന്നത് കണ്ടോ. ഇപ്പോൾ കളർ തന്നെ മാറിയത് കണ്ടില്ലേ. അവസാനത്തെ പഞ്ചസാര പൊടി ഇട്ടപ്പോഴേക്കും അതിൻ്റെ കളർ തന്നെ ചേഞ്ചായി, വളരെ ഒരു ലൈറ്റ് കളറായി. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റബ്ബർ സ്പാറ്റുല യൂസ് ചെയ്തിട്ട് ആ ബോളിൻ്റെ സൈഡും അടിഭാഗവും ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ നമ്മൾ ചിലപ്പോൾ കട്ടിയായിട്ട് പൊടിയോ എന്തെങ്കിലും പിടിച്ചിട്ട് ഇരിപ്പുണ്ടാവും. ഇത് നമ്മളിനി ഓയിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബീറ്ററിൻ്റെ ഹാൻഡ് മിക്സിയുടെ സ്പീഡ് ഏറ്റവും ലോ ആക്കി ഇടണം. എന്നിട്ട് കറക്റ്റായിട്ട് അത് ഒന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ബീറ്ററിൻ്റെ യൂസ് അവിടെ നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ചോ ഈ സ്പാറ്റുല ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ബാക്കിയുള്ള പൊടിയും പാലും മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതും എല്ലാം ഒന്നിച്ച് ഇടരുത്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം. പക്ഷേ തുടക്കക്കാരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമായിക്കോട്ടെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി വിശദമായിട്ട് പറയുന്നത്. കുറച്ച് പൊടി ഇടുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് പാലൊഴിക്കുക, വീണ്ടും ആ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട്, നമുക്ക് എത്രയും സോഫ്റ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും സോഫ്റ്റായിരിക്കും നമ്മളുടെ കേക്കും. ഇപ്പോൾ ഒഴിക്കുന്നത് അവസാനത്തെ ബാച്ച് പാലാണ്. ഇനിയും ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ള പൊടിയും കൂടെ ബാക്കിയുണ്ട്. എപ്പോഴും ഫ്ലോർ മിക്സ്ചർ ഏറ്റവും അവസാനം ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പക്ഷേ വിസ്ക് ഉപയോഗിച്ച് എത്ര മിക്സ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റബ്ബർ സ്പാറ്റുല യൂസ് ചെയ്ത് അതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് പൊടിയൊന്നും വേറെ മിക്സ് ആവാതെ കിടപ്പില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മോൾഡിലായിട്ട് വേണമെങ്കിലും ചെയ്യാം, 2 മോൾഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത്, എനിക്ക് 5 ലെയേഴ്സ് മതി. അപ്പോൾ ആ ഒരു ഭൂരിഭാഗം ഒരു 3/4 ഭാഗവും 2 മോൾഡിലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചിട്ട് അവസാനത്തെ ഒരു ലെയറിനുള്ളത് മാത്രമേ ഞാനൊരു മോൾഡിൽ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കറക്റ്റ് 5 ലെയേഴ്സ് കിട്ടും. അതിനുശേഷം സ്ക്യൂർ കൊണ്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കറക്കി, 2-3 അല്ല, ഒരു 4-5 പ്രാവശ്യം കറക്കി എയർ ബബിൾസ് കളഞ്ഞ് വീണ്ടും ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞ് 180 to 190 ഡിഗ്രിയിൽ കേക്ക് ബേക്ക് ചെയ്യുക.
ഇത് 3 മോൾഡിലായിട്ട് വെക്കുന്നത് കൊണ്ട് വേഗമാകും. ഒരു 15 മിനിറ്റൊക്കെ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ്. ശരിക്കും നിങ്ങളെ ഇതിൻ്റെ ഫുൾ ഫ്രോസ്റ്റിംഗ് വീഡിയോ കാണിക്കണമെന്ന് ഞാൻ ഓർത്തതാണ്. നല്ലൊരു കേക്കായിരുന്നു, പക്ഷേ അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി ഒരിക്കൽ കാണിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പേജ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്